ഡിഫ്ലക്ഷനും സ്ലോപ്പും തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമ്മൾ പഠിച്ചത് ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡും അതേപോലെ തന്നെ മക്കോളസ് മെത്തേഡും. അപ്പോൾ ബാക്കിയുള്ള മെത്തേഡുകളിലേക്ക് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഡബിൾ ഇൻ്റഗ്രേഷൻ, മക്കോളസ് മെത്തേഡ്, മൊമെൻ്റ് ഏരിയ മെത്തേഡ്, കോൺജുഗേറ്റ് ബീം മെത്തേഡ്, സ്ട്രെയിൻ. അപ്പോൾ നമ്മൾ ഇത് രണ്ടുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അടുത്ത 3 ടൈപ്പിലേക്ക് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ബേസിക് ഇക്വേഷനൊക്കെ നമ്മൾ അന്ന് പറഞ്ഞ ഇക്വേഷൻസ് തന്നെയാണ്. ഡിഫ്ലക്ഷൻ എന്താണ്, സ്ലോപ്പ് എന്താണ്, മൊമെൻറ്റ്, ഷിയർ ഫോഴ്സ്, ലോഡ്, ഇതിൻ്റെയൊക്കെ റിലേഷൻ സെയിം ഫോർ മക്കോളസ് മെത്തേഡ് ആൻഡ് ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ കാൻഡിലിവർ ബീമിൻ്റെ ഇൻ്റർമീഡിയറ്റ് പോയിന്റിൽ ലോഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ക്ലാസ്സിൽ സിമിലർ ട്രയാങ്കിൾ മെത്തേഡ് എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. സിമിലർ ട്രയാങ്കിൾ മെത്തേഡ് എടുക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പറഞ്ഞത് ടോട്ടൽ ലെങ്ത് ആണ്. അപ്പോൾ ആ പറഞ്ഞ ഒരു മിസ്റ്റേക്കാണ്. അതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. ഫോർ എക്സാമ്പിൾ, ഇത് ഒരു കാൻഡിലിവർ ബീം എൻഡിലല്ല ലോഡ്, അതിന് പകരം സെൻട്രൽ ലോഡ്. അപ്പോൾ സെൻട്രൽ ലോഡൊന്നും നമ്മൾ എടുക്കണ്ട, ഒരു ഇൻ്റർമീഡിയറ്റ് പൊസിഷൻ എ. അപ്പോൾ ബാക്കി ദൂരം എന്തായിരിക്കും? ഇത് ടോട്ടൽ എന്തായിരിക്കും? ടോട്ടൽ ലെങ്ത് L ആണെങ്കിൽ W മുതൽ B വരെയുള്ള ദൂരം L മൈനസ്. ഓക്കെ. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. കേട്ടില്ല? നോയ്സ് വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഫാൻ്റെ നോയ്സ് ആണോ തോന്നുന്നു. ഇപ്പോഴോ? ഇപ്പൊ ഓക്കെ. ഫാൻ്റെ ആയിരുന്നു. ഓക്കെ. അപ്പോൾ W ലോഡ് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനും ഡിഫോർമേഷൻ കണ്ടുപിടിക്കാനും സ്ലോപ്പ് കണ്ടുപിടിക്കാനും നമുക്ക് ലെങ്ത് ലെങ്ത് വെച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ ലെങ്ത് ആണെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന തീറ്റയുടെ ഇക്വേഷനും ഡെൽറ്റ അല്ലെങ്കിൽ വൈയുടെ ഇക്വേഷൻ എന്താണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കാൻഡിലിവർ ബീമിന് WL² ഡിവൈഡഡ് ബൈ 2EI വൈയുടെ ഇക്വേഷനോ WL³ ഡിവൈഡഡ് ബൈ 3EI. ഇനി ഇവിടെ എല്ലിന് പകരം എ കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പറ, തീറ്റ സിയും വൈ സിയും എന്തായിരിക്കും? എ കൊടുത്താൽ മതി. WA³ ബൈ 2EI. ഇതെന്ത് വരും? സോറി, WA². WA³ ഡിവൈഡഡ് ബൈ 3EI. ഇനി നമുക്ക് സിയിലെയാണ് കിട്ടിയേക്കുന്നത്. നമുക്ക് വേണ്ടത് ബിയിലെ തീറ്റ ബി എത്ര, തീറ്റ വൈ ബി എത്ര. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തായിരുന്നു, നടുക്കാണ് ലോഡെങ്കിലും ആഫ്റ്റർ ലോഡ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ സ്ലോപ്പ്. അപ്പോൾ ഇവിടെ തീറ്റ സി ആണ് ഡിഫ്ലക്ഷൻ എങ്കിൽ, സ്ലോപ്പ് എങ്കിൽ, ഇവിടെ വരുമ്പോൾ തീറ്റ ബിയുടെ വാല്യൂവും തീറ്റ സി തന്നെ ആയിരിക്കും. അപ്പോൾ തീറ്റ ബിക്ക് പ്രത്യേകിച്ച് ഇനി കാൽക്കുലേഷൻ വേണ്ട, തീറ്റ സി തന്നെയാണ് WA² ഡിവൈഡഡ് ബൈ 2EI. പക്ഷേ നിങ്ങൾക്ക് ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, വൈ സിയും വൈ ബിയും ഈക്വൽ ആണോ? ഓക്കെ, ഇതാണ് വൈ സി, ഇതാണ് വൈ ബി. ഈക്വൽ ആണോ അല്ലയോ? നോട്ട് ഈക്വൽ ആണ്. അപ്പോൾ വൈ ബി എന്ന് പറയുന്നത് വൈ സിയേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക്
ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സിമിലർ ട്രയാങ്കിൾ മെത്തേഡ് എടുക്കുകയാണ്. സിമിലർ ട്രയാങ്കിൾ മെത്തേഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സിമിലർ ട്രയാങ്കിൾ ഫോം ചെയ്യുമ്പോൾ ഈ സ്ലോപ്പിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ വന്നത് ഈ ഫിക്സഡ് എൻഡിലല്ല മീറ്റ് ചെയ്യുന്നത്, ഇങ്ങനൊരു പൊസിഷനിലായിരിക്കും മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ പോയിന്റിനെ ഡി എന്നെടുക്കുന്നു. അപ്പോൾ ഈ ഗ്യാപ്പ് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇത് ടോട്ടലേ, പക്ഷെ ഈ ഗ്യാപ്പ് എത്രയാണെന്ന് എനിക്കറിയാം. ഇത് എത്രയാണ്? എൽ മൈനസ് എ ആണ്. ഇനി സെയിം സ്ലോപ്പാണ് ഇവിടം വരെ, അപ്പോൾ ഇവിടുത്തെ ആംഗിളും എത്ര തന്നെയാണ്? തീറ്റ സി ആണ്. വൈ സി എത്രയാണെന്നും എനിക്കറിയാം. ഓക്കെ, അപ്പോൾ വൈ സി എത്രയാണെന്ന് അറിയാമെങ്കിൽ എനിക്കത് ഇങ്ങനൊരു സിമിലർ ട്രയാങ്കിൾ ഇവിടെ കിട്ടും. വൈ സി വൈ ബി, ഇത് തീറ്റ സി, ഈ ദൂരം എനിക്ക് അറിഞ്ഞുകൂടാ, അൺനോൺ ആണ്. ഈ ദൂരം എനിക്കറിയാം, എൽ മൈനസ് എ ആണ്. ഓക്കെ, അപ്പോൾ ഈ ദൂരം കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ? നമ്മൾ ഇത്ര എക്സാജറേറ്റ് ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സ്മോൾ ഡീഫോർമേഷൻസ് ആണ്. എന്തെങ്കിലും രീതിയിൽ ഈ ദൂരം കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? കോസ് തീറ്റ അല്ല, നമുക്ക് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ തീറ്റ ആർക്ക് ഈക്വൽ ടു ആർ തീറ്റ രീതിയിൽ എടുക്കുക, അല്ലെങ്കിൽ ടാൻ തീറ്റ എടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ആർക്ക് എടുക്കുന്നതിന് എളുപ്പം, പിന്നെ ടാൻ കട്ട് ചെയ്യണം. ആർക്ക് ലെങ്ത് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു വൈ സി ബൈ തീറ്റ സി, കറക്റ്റ് അല്ലേ? ഇത് ആറും ഇത് തീറ്റ സിയും ഇത് വൈ സിയും ആണെങ്കിൽ ആർക്ക് ലെങ്ത് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു തീറ്റ. ആർക്കാണ് വൈ സി, റേഡിയസ് ആണ് ആർ, തീറ്റ ആംഗിൾ. അപ്പോൾ ആർ ഈക്വൽ ടു വൈ സി ബൈ തീറ്റ സി. ഇനി സിമിലർ ട്രയാങ്കിൾസ് അപ്ലൈ ചെയ്താൽ മതി. സിമിലർ ട്രയാങ്കിൾ ചെറുതിൻ്റെ ബേസ് ബൈ വലുതിൻ്റെ ബേസ്. വലുതിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ ആർ പ്ലസ് എൽ മൈനസ് എ വരും, ഇസ് ഈക്വൽ ടു ചെറുതിൻ്റെ ഹൈറ്റ് വൈ സി ബൈ വലുതിൻ്റെ ഹൈറ്റ് വൈ ബി. അപ്പോൾ ആർ എന്ന് പറയുന്നത് വൈ സി ബൈ തീറ്റ സി ഡിവൈഡഡ് ബൈ വൈ സി ബൈ തീറ്റ സി പ്ലസ് എൽ മൈനസ് എ ഈക്വൽ ടു വൈ സി ആണ് നമുക്ക് വേണ്ടത്, വൈ സി ഡിവൈഡഡ് ബൈ വൈ ബി ആണ് വേണ്ടത്, വൈ ബി. ഇനി നോക്കുക, ഈ മൂന്ന് എല്ലാ ടേമിലും വൈ സി നോക്കട്ടെ, വൈ സി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, വൈ സി അപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 by yb equal to 1 by theta c divided by 1 by theta c plus L minus a by yc. ഇനി തീറ്റ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തീറ്റ സിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. WA സ്ക്വയർ ബൈ 2EI divided by 1 by WA square divided by 2EI plus L minus A divided by YC WA cube divided by 2EI 3EI equal to 1 by YB. YB തിരിച്ചിടുമ്പോൾ YB equal to ഇതും തിരിയും, ഇതിൽ
സോറി 1/θc. ഇവിടെ 1 ഉണ്ടായിരുന്നു, 1 മിസ്സായി. അപ്പോൾ 1/WA²/2EI plus L minus A divided by WA³/3EI the whole divided by ഈ സെയിം ടൈം തന്നെ. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ല. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ടൈം താഴത്തെ സെയിം ആണ്. 1 + L minus A into WA³/3EI വരും. അപ്പോൾ WB equal to WA³ മുകളിൽ YC YB θC എന്ന് പറഞ്ഞിടാം. ഈ ദൂരം R equal to YC/θC. ഓക്കെ, ഇനി സിമിലർ ട്രയാങ്കിൾ അനുസരിച്ച് YB ബൈ വലിയ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ബൈ വലുതിൻ്റെ ദൂരം. ഈ ദൂരം എന്ന് പറയുന്നത് ഇത് R, ഇത് L minus A. YB R plus L minus A is equal to ചെറുതിൻ്റെ ഹൈറ്റ് YC divided by R. R എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ അറിയാം, YC/θC. അപ്പോൾ YB ഈക്വൽ ടു YC കട്ടായി പോകും. R plus L minus A ഇൻറ്റു θC മോളി വരും. ഇനി ആറിന് പകരം നമുക്ക് YC/θC ഇടാം, പ്ലസ് L minus A ഹോൾ ഇൻറ്റു θC. അപ്പോൾ അകത്ത് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുക. YC പ്ലസ് L minus A ഇൻറ്റു തീറ്റ. ഇതാണ് ഇക്വേഷൻ. ഇനി നമുക്ക് YCയുടെ വാല്യൂ നമുക്കറിയാം, A³/3EI പ്ലസ് L minus A ഇൻറ്റു തീറ്റയുടെ വാല്യൂ നമുക്കറിയാം, WA²/2EI. ഓക്കെ, ഈ എല്ലിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്? എയുടെ വാല്യൂ ഇവിടെ എത്രയാണ്? നമ്മൾ എത്ര എടുത്തത്? L/2. അവിടെ L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടും. ഈക്വൽ ടു A എന്ന് പറയുന്നത് L/2³. അപ്പം L³ ഡിവൈഡഡ് ബൈ താഴെ 8 വരും, 24EI പ്ലസ് L/2 ഇൻറ്റു W ഇൻറ്റു A² പകരം L² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 വരും EI.
WL ക്യൂബ് ഡെൽറ്റ ബി ഈക്വൽ ടു WL ക്യൂബ് ഡിവൈഡഡ് ബൈ EI കോമൺ ആയിട്ട് വെളിയെടുക്കുകയാണെങ്കിൽ ബാക്കി എന്തൊക്കെ വരും? 1/24 പ്ലസ് ഇവിടെ താഴെ എന്തൊക്കെ ഉണ്ട്? 2 × 2 × 4 16 1/16. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 24 നിന്ന് കോമൺ ആയിട്ട് ഒരാളും കൂടെ വേണം എടുക്കാം. ഇത് 3, ഇത് 2, ഇത് വരും 6 WL ക്യൂബ് × 5 ഡിവൈഡഡ് ബൈ 8 × 6 48 EI. അപ്പോൾ 5 WL ക്യൂബ് ഡിവൈഡഡ് ബൈ 40 EI ആണ് ആൻസർ. ഇത് ഈ രീതിയിലല്ലാതെ മറ്റു രീതിയിലും കണ്ടുപിടിക്കായിരുന്നു. അതെന്ന് പറയുന്നത് കണ്ടേ, ഇവിടം വരെ YCയുടെ കൂടെ ഈ അഡീഷണൽ Y' ആഡ് ചെയ്താൽ മതി. അവിടെയും നമുക്ക് ആർക്ക് ലെങ്ത് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു തീറ്റ എടുത്താൽ മതി. ആർക്ക് ലെങ്ത് ഇൻറ്റു റേഡിയസ് ഇൻറ്റു തീറ്റ. അപ്പോൾ ഇപ്പോൾ ഈ സിമിലർ ട്രയാങ്കിൾ എടുത്താലും ഡയറക്റ്റ് ഈ മെത്തേഡ് ഇത് ഇവിടെ θc എടുത്ത് ചെയ്താലും നമുക്കിത് ഈ ഇക്വേഷനിൽ തന്നെ എത്തും. ഈ ഇക്വേഷനെ L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലേക്ക് എത്തും. ഓക്കെ, ഇനി വോയിസ് ഓഡിബിൾ അല്ലേ? ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മക്കോളസ് മെത്തേഡ് പറഞ്ഞു. മക്കോളസ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡബിൾ ഇൻ്റഗ്രേഷനിൽ നിന്ന് മക്കോളസ് മെത്തേഡിലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഏത് കേസുകളിൽ മക്കോളസ് മെത്തേഡ് എളുപ്പമാണ്? മൾട്ടിപ്പിൾ ലോഡ് മൾട്ടിപ്പിൾ ആകുക, സിമെട്രിക് അല്ലാത്ത ലോഡുകൾ വരിക. അതായത് നമ്മൾ പോയിന്റ് ലോഡ് അറ്റ് മിഡ് സ്പാൻ അല്ലെങ്കിൽ ക്യാൻലിവറിൻ്റെ കേസിലാണെങ്കിൽ അറ്റ് ഫ്രീ എൻഡ്, അങ്ങനെയുള്ള ജനറലൈസ്ഡ് കേസിലല്ലാതെ ഇൻ്റർമീഡിയറ്റ് ലോഡുകളോ മൾട്ടിപ്പിൾ ലോഡുകളോ വരുമ്പോൾ നമുക്ക് മക്കോളസ് മെത്തേഡാണ് എളുപ്പം. അപ്പോൾ മക്കോളസ് മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റുന്നൊരു പ്രോബ്ലമാണിത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇത്തവണ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക, ഈ ആൻസറുകൾ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ നോക്കേണ്ടത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം സ്പാൻ എല്ലാമാണ്, എക്സെൻട്രിക് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലോഡാണ് അറ്റ് സിയിൽ. അപ്പോൾ ആക്ട് ചെയ്യുന്ന ലോഡ് P ആണ്. A എന്നുള്ള ഡിസ്റ്റൻസ് സ്മോൾ a, B എന്നുള്ള ഡിസ്റ്റൻസ് സ്മോൾ b, ടോട്ടൽ ലോഡ് A. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് സിയിലുണ്ടാകുന്ന ഡിഫോർമേഷൻ, സിയിലുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ, ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിൽ റിഫ്ലക്ഷൻ ഇക്വേഷൻ P × A² B² ഡിവൈഡ് ബൈ 3EIL. ഇത് ജനറലൈസ്ഡ് ഇക്വേഷൻ. ഇനി ഞാൻ ഇതിൻ്റെ ഒരു ഡിഫോർമേഷൻ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ലോഡ് വരുമ്പോൾ ഡിഫ്ലക്ഷൻ്റെ കർവ് സിമെട്രിക് ആയിരിക്കുമോ അൺസിമെട്രിക് ആയിരിക്കുമോ? നടുക്ക് ലോഡ് വരുന്ന കേസിലും ഇന്റർമീഡിയറ്റ് ലോഡ് വരുന്ന കേസിലും ഡിഫ്ലക്ഷന്റെ ഇലാസ്റ്റിക് കർവിന്റെ ഷേപ്പ് സെയിം ആയിരിക്കുമോ ഡിഫറെന്റ് ആയിരിക്കുമോ? ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ മിഡ് സ്പാനി വരുന്ന കേസുകളിൽ നടുക്ക് സ്ലോപ്പ് എന്തായിരിക്കും? നടുക്കത്തെ പോയിന്റിൽ സ്ലോപ്പ്, അതായത് മാക്സിമം ഡിഫ്ലക്ഷന്റെ സ്ഥലത്ത് സ്ലോപ്പ് എന്തായിരിക്കും? കേട്ടില്ല, 0 ആണ്. പക്ഷെ ഇവിടെ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത് നടുക്കായിരിക്കില്ല. അപ്പോൾ മിഡ് പോയിന്റ് ഞാൻ M എന്ന് എടുക്കുന്നു. അപ്പോൾ ഇതാണ് M എന്ന് വിചാരിക്കുക. ഇത് A, ഇത് B, ഇത് C. മാക്സിമം ഡിഫ്ലക്ഷൻ ഏത് പോയിന്റിനും ഇടയ്ക്കായിരിക്കും? പറയാമോ? അതായത് ഞാൻ 2-3 കേസ് വരയ്ക്കാം. ഇങ്ങനെ ഒരു കർവ് വരാം, ഇങ്ങനെ ഒരു കർവ് വരാം, ഇങ്ങനെ ഒരു കർവ് വരാം.
1, 2, 3. ഇതിലേതായിരിക്കും ഈ Three. കേസിൽ ആൻസർ? 3 ആണ്. 3 ആണ് ആൻസർ. പക്ഷെ ഞാൻ വരച്ചൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി, പിയുടെ അപ്പുറത്ത് പോയി മാക്സിമം. അങ്ങനല്ല, ഇതിന്റെ കറക്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഏത് പോയിന്റിനും ഇടയ്ക്കായിരിക്കും മാക്സിമം വരുന്നത്. ഇത് എമ്മും ഇത് സിയും ആണെങ്കിൽ എമ്മിനും സിക്കും ഇടയ്ക്കായിരിക്കും ഡെൽറ്റ മാക്സ്. ഈ ഒരു പോയിന്റിലായിരിക്കും ഡെൽറ്റ മാക്സ്. ആ ഡെൽറ്റ മാക്സിനുള്ള ഇക്വേഷൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ എക്സ് ദൂരം എത്ര ആണെന്നും കൊടുത്തിട്ടുണ്ട്. ഡിഫ്ലക്ഷൻ മാക്സിമം ഈക്വൽ ടു പി ഇൻറ്റു ബി ഇൻറ്റു എൽ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 9√3 EIV. ഇതിന് PSC ക്വസ്റ്റ്യൻ ഒന്നും അധികമൊന്നും വന്നിട്ടില്ല, കണ്ടിട്ടുമില്ല. പക്ഷെ ഈ റിലേഷനൊക്കെ പഠിച്ചു വയ്ക്കുക. മാക്സിമം ഡിഫ്ലക്ഷൻ നടക്കുന്ന ഏത് ഡിസ്റ്റൻസിലായിരിക്കും അത് ഓർത്തിരിക്കുക. √L സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 3 എന്ന് എഴുതാം. ഓർ ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എൽ സ്ക്വയറിന് വരും എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് വിടാം. മൈനസ് ബി സ്ക്വയർ ബൈ 3 എന്ന് എഴുതുമ്പോൾ എ സ്ക്വയർ ബി സ്ക്വയർ അങ്ങ് പോവും, ബാക്കി ഐറ്റംസ് അവിടെ കാണും. ഈക്വൽ ടു √A സ്ക്വയർ പ്ലസ് 2AB ബൈ 3 ഇങ്ങനെ എഴുതാം. ഇനി അടുത്ത നിങ്ങൾ നോക്കേണ്ടത് സിമെട്രിക് അല്ലല്ലോ, രണ്ട് എൻഡിലെയും ആംഗിൾ സെയിം ആയിരിക്കുമോ ഡിഫറെൻ്റ് ആയിരിക്കുമോ? തീറ്റ എയും തീറ്റ ബിയും സെയിം ആയിരിക്കുമോ ഡിഫറെൻ്റ് ആയിരിക്കുമോ? ഡിഫറെൻ്റ് ആയിരിക്കും. ആ രണ്ടിനുള്ള ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. തീറ്റ എയുടെ ഇക്വേഷൻ, തീറ്റ ബിയുടെ ഇക്വേഷൻ, രണ്ട് ഇക്വേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓർക്കേണ്ടത് മാക്സിമം ഡിഫ്ലക്ഷൻ എത്രയാണ്, ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ എത്രയാണ്, രണ്ടെൻഡിലെയും ആംഗിളുകൾ സ്ലോപ്പുകൾ ഡിഫറെൻ്റ് ആണ്. ഇനി ഡെൽറ്റ മാക്സ് വരുന്ന പോയിന്റിൻ്റെ പൊസിഷൻ ഫ്രം എ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് ഇൻ്റർമീഡിയറ്റ് പോയിന്റ് ലോഡ്. ഇനി ചില പ്രോബ്ലങ്ങൾ നമ്മൾ യൂസ് ചെയ്യാൻ സിംപ്ലിഫൈ ചെയ്ത്, അതായത് ആക്ച്വൽ ഇക്വേഷനിലൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ ഡയറക്റ്റ് കമ്പാരിസൺ വഴി ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട്. അങ്ങനത്തെ പ്രോബ്ലങ്ങൾ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് മാക്സ്വെൽസ് റെസിപ്രോക്കൽ റിലേഷൻ. അപ്പോൾ എന്താണ് മാക്സ്വെൽസ് റെസിപ്രോക്കൽ റിലേഷൻ? നിങ്ങൾക്ക് രണ്ട് ലോഡിങ് കണ്ടീഷൻ കാണാം. ഒരേ ബീമാണ്, ഒരേ സപ്പോർട്ടാണ്, ലോഡ് മാത്രം ഡിഫറൻറ്റ്. രണ്ട് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്, പോയിന്റ് സിയും പോയിന്റ് ഡിയും. സി മിഡ് സ്പാൻ ആണ്, ഡി ഒരു ഇൻ്റർമീഡിയറ്റ് പോയിന്റ് ആണ്. നോക്കാം, നിങ്ങൾക്ക് ഇവിടുത്തെ ലോഡ്, അതായത് പി ഒ യൂണിറ്റ് ലോഡ് എന്തോ ആയിക്കോട്ടെ, പി എന്ന് പറയുന്ന ലോഡ് സിയിൽ ആക്ട് ചെയ്യുമ്പോൾ താഴെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അതേപോലെ മറ്റു പോയിന്റുകളും ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഞാനിവിടെ എടുക്കുന്നത് പി കാരണം പി സിയിൽ ആക്ട് ചെയ്യുമ്പോൾ, സിയിൽ പി ആക്ട് ചെയ്യുമ്പോൾ ഡിയിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് ഡെൽറ്റ ഡി സി. ഡെൽറ്റ ഡി സി മീൻസ് ഡിഫ്ലക്ഷൻ അറ്റ് ഡി ഡ്യൂ ടു ലോഡ് അറ്റ് സി. ഇതേപോലെ തിരിച്ച് സംഭവിക്കാം, ലോഡ് ഡിയിലേക്ക് മാറാം. ഇപ്പം പിയുടെ സിന്ന് മാറി ഇപ്പോൾ പി ഡിയിലായി. അപ്പോൾ ഡിയിലും ഡിഫ്ലക്ഷൻ ഉണ്ടാവും, സിയിലും ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പോൾ സിയിലുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ അതിനെ ഞാൻ ഡെൽറ്റ സി ഡി, ഡിഫ്ലക്ഷൻ അറ്റ് സി ഡ്യൂ ടു ലോഡ് അറ്റ് ഡി. അപ്പോൾ ഡെൽറ്റ സി ഡിയും ഉണ്ട്, ഇവിടെ ഡെൽറ്റ ഡി സിയും ഉണ്ട്. മാക്സ്വെൽസ് റിലേഷൻ പറയുന്നത് ഈ രണ്ട് ലോഡും സെയിമുകളാണെങ്കിൽ, അതായത് സിയിൽ ആക്ട് ചെയ്ത ലോഡും ഡിയിൽ ആക്ട് ചെയ്ത ലോഡും സെയിം ആണെങ്കിൽ ഈ ഡിയിലുണ്ടായ ഡിഫ്ലക്ഷനും സിയിലുണ്ടായ ഡിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഡെൽറ്റ ഡി സിയുടെ വാല്യൂവും ഡെൽറ്റ സി ഡിയുടെ വാല്യൂവും സെയിം ആയിരിക്കും. ഗിവൺ പി ഈസ് സെയിം, രണ്ടിടത്തെയും പി ലോഡ് സെയിം ആണെങ്കിൽ ഡെൽറ്റ ഡി സിയും ഡെൽറ്റ സി ഡിയും സെയിം ആയിരിക്കും. അപ്പോൾ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ ലീനിയർ ഇലാസ്റ്റിക് സ്ട്രക്ചർ, ലീനിയർ ഇലാസ്റ്റിക് ആയിരിക്കണം, അതായത് ഡിഫ്ലക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ലോഡ് ആയിരിക്കണം, ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കണം. ദ ഡിഫ്ലക്ഷൻ അറ്റ് എ ഡ്യൂ ടു യൂണിറ്റ് ലോഡ് അറ്റ് ബി ഈസ് ഈക്വൽ ടു ദി ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് ബി ഡ്യൂ ടു ദി സെയിം യൂണിറ്റ് ലോഡ് അറ്റ് എ.
ഇനി ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഡിഫറൻറ്റ് ലോഡ്, അതായത് ഇപ്പം രണ്ടും ഞാനിപ്പോൾ പറഞ്ഞത് സിമ്പിളായിട്ട് പിയും ലോഡാണ്. ചില കേസുകളിൽ ഒരിടത്ത് പിയും ഒരിടത്ത് P/2 തരും, അല്ലെങ്കിൽ വേറൊരു വാല്യൂ തരും. അപ്പോൾ എങ്ങനെ ചെയ്യും? അവിടെ നമുക്ക് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് അറ്റ് സിയിൽ ആക്ട് ചെയ്ത ലോഡ് എത്ര? പി ഇൻറ്റു, ഞാൻ P1 എന്നെടുക്കുന്നു, P1 ഇൻറ്റു Δ1 ഡാഷ്. അതായത് ഞാൻ ഇങ്ങനെ എഴുതുന്നു, P1 കാരണം 1-ലുണ്ടായ ഡിഫോർമേഷൻ Δ1 അറ്റ് 1. P2 കാരണം അറ്റ് 2-ലുണ്ടായ ഡിഫോർമേഷൻ Δ2. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ, നമുക്ക് ഇതിനേക്കാൾ സിമ്പിളായിട്ട് കാണാൻ പഠിച്ചും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എഴുതുന്ന ശ്രദ്ധിക്കുക. P1 ഇൻറ്റു Δ1 ഡാഷ് ഈസ് ഈക്വൽ ടു P2 ഇൻറ്റു Δ2 ഡാഷ്. നോക്കുക, ഈ 1ഉം 2 എന്ന് പറയുന്നത് അവിടുത്തെ പോയിന്റുകളാണ്. ഞാൻ 1 C D എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം P1 എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഫിഗർ മാറ്റിയൊന്ന് വരയ്ക്കാം. ഇത് P1, അത് കാരണം ഇവിടെ ഉണ്ടായത് Δ1, ഇവിടെ ഉണ്ടായത് Δ2 ഡാഷ്. ഇനി രണ്ടാമത്തെ ലോഡിംഗ് കേസ്, രണ്ടാമത്തെ പോയിന്റിൽ P2 ആക്ട് ചെയ്യുന്നു, അവിടെ ഉണ്ടായ ഡിഫോർമേഷൻ Δ2, നടുക്ക് ഒന്നാമത്തെ പോയിന്റിലുണ്ടായ Δ1 ഡാഷ്. അപ്പോൾ നോക്കുക, ഇവരുടെ പ്രോഡക്റ്റുകൾ സെയിം ആയിരിക്കും. അതായത് P1 ഇൻറ്റു Δ1 ഡാഷ് ആണ്. അതായത് P2 കാരണം ഇത് 0.1, ഇത് 0.2, ഇത് 0.1. P2 കാരണം 1-ലുണ്ടായ ഡിഫോർമേഷൻ. P1 ഇൻറ്റു ഡിഫ്ലക്ഷൻ അറ്റ് 1 ഡ്യൂ ടു P2 ഈസ് ഈക്വൽ ടു P2 ഇൻറ്റു ഡിഫ്ലക്ഷൻ അറ്റ് 2 ഡ്യൂ ടു 1. ഇതാണ് ഇക്വേഷൻ. ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പാടായിരിക്കും. ഇതാ ഈ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ, അതാണ്ട് ഇവിടെ ഇപ്പോൾ P1 എന്നും ഈ കേസിൽ ഞാൻ P2 എന്നും എടുക്കുകയാണെങ്കിൽ, P1 ഇൻറ്റു Δ CD ഈസ് ഈക്വൽ ടു P2 ഇൻറ്റു P1 കാരണം 2-ലുണ്ടായ ഡിഫ്ലക്ഷൻ Δ DC. ഇതാണ് ഇക്വേഷൻ. ഇങ്ങനെ റെസിപ്രോക്കൽ. ഇത് ലോഡുകൾ ഡിഫറൻ്റ് ആണെങ്കിൽ ഇത് വെച്ച് PSC ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലിയർ ആണോ ഐഡിയ? അതായത് 2 ലോഡ് വരുമ്പോഴുള്ള കേസ് ഓക്കെ ആണോ? ഒന്നാമത്തെ ലോഡ് ഇൻറ്റു ഒന്നാമത്തെ പോയിന്റിലെ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു രണ്ടാമത്തെ ലോഡ് ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ലോഡ് ഇൻറ്റു രണ്ടാമത്തെ പോയിന്റിലെ ഡിഫ്ലക്ഷൻ ഇൻറ്റു രണ്ടാമത്തെ പോയിന്റിലെ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഒന്നാമത്തെ ലോഡ്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഗുഡ് നൈറ്റ് ഓൾ ആൻഡ് താങ്ക് യു.